അപ്പോൾ നമ്മുടെ 10th ലെവൽ എക്സാമിൻ്റെ പുതുക്കിയ സിലബസിൽ നമുക്ക് കെമിസ്ട്രിയിൽ ജനറൽ സയൻസിലെ കെമിസ്ട്രിയിൽ എന്തൊക്കെ പോർഷനാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 ഏരിയാസ് ആണുള്ളത്. ഏതാണ്? ആറ്റത്തിൻ്റെ ഘടന, ആറ്റം, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളുടെ വർഗീകരണം, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. ഇത്രയും 5 ടോപ്പിക്കുകളിൽ ഈ 2 ടോപ്പിക്കുകൾ നമ്മൾ ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. യൂട്യൂബ് ചാനലിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഈ 2 കംപ്ലീറ്റ് ചെയ്യപ്പെട്ട 2 ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ 15 വർഷക്കാലയളവായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി നമ്മളുടെ ഒറ്റ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവരെ വീഡിയോ കാണണം. എന്തായാലും തൽക്കാലം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കണ്ടാലും മതിയാവും. കാരണം ഈ വീഡിയോയിൽ നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ റെഡിയാണ്. കഴിഞ്ഞ 15 വർഷത്തെ ചോദ്യങ്ങളെല്ലാം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ, ഇത്തരത്തിലുള്ള വളരെ 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 ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം, ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഒന്നും ഞാൻ വായിക്കുന്നില്ല, ആൻസർ നേരെ പറഞ്ഞേക്കുവാണ്. ആരാണ്? അത് നമ്മുടെ ആന്റോണിയോ ലാവോസിയറാണ്. മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും വർഗീകരിച്ചത് ആന്റോണിയോ ലാവോസിയർ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആന്റോണിയോ ലാവോസിയർ എന്ന് പറഞ്ഞാൽ രസതന്ത്രത്തിന്റെ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആര്? ആന്റോണിയോ ലാവോസിയർ. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പേര് കൊടുത്ത വ്യക്തിയാണ് ആര്? ആന്റോണിയോ ലാവോസിയർ. അടുത്തത്, മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന് വർഗീകരിച്ചത് ആരാണ്? ഡൊബറൈനർ ആണ്. ഡൊബറൈനർ മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന് വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. അടുത്ത പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം എന്താണ്? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. പീരിയോഡുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18, പീരിയോഡുകളുടെ എണ്ണം 7 ആണ്. അടുത്ത ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ സമ്മാനിച്ച പീരിയോഡിക് ടേബിൾ സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദ്യം. പീരിയോഡിക് ടേബിൾ ആരാണ്? മെൻഡലീയഫ് ആണ് കേട്ടോ. അവിടെ ഓർക്കുക, മോസ്ലി ഉണ്ട്. മോസ്ലി ആധുനിക പീരിയോഡിക് ടേബിൾ ആണ്, മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പം നമുക്ക് രസതന്ത്രത്തിലെ വർഗീകരണം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റുകളെല്ലാം വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചുകൊണ്ട് രസതന്ത്രത്തിലെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ പതുക്കെ പറയാം. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചുകൊണ്ട് രസതന്ത്രത്തിലെ വർഗീകരണത്തിനെ, ക്ലാസിഫിക്കേഷൻ ഇൻ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ലാവോസിയറാണ്. ആന്റോണിയോ ലാവോസിയറാണ്. എങ്ങനെ ചെയ്തു പുള്ളി? അദ്ദേഹം മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും വർഗീകരിച്ചു. ഓക്കെ, അതിനുശേഷം വരുന്ന അറ്റോമിക വ്യാപ്തം അനുസരിച്ചുള്ള വർഗീകരണം ലോഥർ മേയർ ആണ് അത് ചെയ്യുന്നത്. ദെൻ ത്രികങ്ങൾ, നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പരിചയപ്പെട്ട ഈ ത്രികങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം റിപ്പീറ്റേഷൻ വേണ്ടല്ലോ. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് റിപ്പീറ്റേഷനൊക്കെ ഞാൻ മടുപ്പാകും. അതുകൊണ്ടാണ് 1-2 തവണ മാത്രമേ ആ ചോദ്യം നമ്മുടെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രികങ്ങൾ ആരാണ്? ഡൊബർണിയർ ആണ്, അല്ലെങ്കിൽ ഡൊബറൈനർ എന്നൊക്കെ ചില ബുക്കിൽ കണ്ടിട്ടുണ്ട്. അടുത്ത അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ രസതന്ത്രത്തിലെ സംഗീതം എന്നൊക്കെ പറയും. അത് ന്യൂലാൻഡ്സ് ആണ്. എന്ന് വെച്ചാൽ അറ്റോമിക മാസ് അനുസരിച്ച് മൂലകങ്ങൾ ഓർഡർ ആക്കിയപ്പോൾ 1ാമത്തെ മൂലകവും 8ാമത്തെ മൂലകവും തമ്മിൽ സിമിലാരിറ്റി കണ്ടു. 2ാമത്തെ മൂലകവും 9ാമത്തെ മൂലകവും തമ്മിൽ സിമിലാരിറ്റി കണ്ടു. അതായത് ഓരോ 8ാമത് വരുന്ന മൂലകവും ആദ്യത്തെ മൂലകത്തിനോട് സിമിലർ ആയതുകൊണ്ടാണ് അഷ്ടക നിയമം. ഒക്ടക്ട്, ലോ ഓഫ് ഒക്ടേവ്സ്. ഒക്ടക്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 എന്നാണ് അർത്ഥം. അത് തന്നെയാണ് എന്താ പറയുക, നമ്മുടെ രസതന്ത്രത്തിലെ സംഗീതം എന്ന് വിളിക്കാൻ കാരണം. സംഗീതം എന്ന് പറയുമ്പോൾ സരിഗമപധനിസയിലെ സ എന്ന അക്ഷരം ആദ്യത്തെ സായ്ക്ക് ശേഷം 8ാമത് വീണ്ടും ആര് വരും? സരിഗമപധനി കഴിഞ്ഞിട്ട് വീണ്ടും ആര് വരും? സ വരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? 8ാമത്തെ മൂലകം വീണ്ടും, അല്ലെങ്കിൽ 1ാമത്തെ മൂലകം വീണ്ടും 8ാമത് ആവർത്തിക്കുന്നതുകൊണ്ട് ആ രസതന്ത്രത്തിലെ സംഗീതമെന്നും അഷ്ടക നിയമം എന്നൊക്കെ വിളിച്ചു. അത് കൊണ്ടുവന്ന ന്യൂലാൻഡ്സ് ആണ്. ദെൻ ഡൊബറൈനറുടെ ത്രികങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന 3 മൂലകങ്ങൾ വീതമുള്ള ഗ്രൂപ്പുകളാണെന്ത്? ത്രികങ്ങൾ എന്നറിയപ്പെടുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, അറ്റോമിക മാസുമായിട്ടാണ് അതിന് ബന്ധമെന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ആവർത്തന പട്ടിക. മെൻഡലീയഫ് ആണ് ആദ്യമായിട്ട് ആവർത്തന പട്ടിക കൊണ്ടുവരുന്നത്. മെൻഡലീയഫിന്റെ ആവർത്തന പട്ടിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റോമിക മാസുമായിട്ടാണ്. ആർക്ക് ബന്ധം? മെൻഡലീയഫിന്റെ ആവർത്തന പട്ടിക ബന്ധം. എന്നാൽ അറ്റോമിക നമ്പർ അനുസരിച്ചുള്ള ആവർത്തന പട്ടികയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതാണ് ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നത് ഹെൻറി മോസ്ലി. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറ്റോമിക് നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണോടെ? അപ്പോൾ അത്രയുമാണ് വർഗീകരണവുമായിട്ട്, രസതന്ത്രത്തിലെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്ക് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളെന്താ പറയുന്നത്? അടുത്ത് നോക്കുകയാണ്, പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണപ്പെടുന്ന ഹാലോജൻ ഏത്? അപ്പോൾ ഹാലോജൻ എന്ന് പറയുന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. എന്താണ് ഈ ഹാലോജൻ എന്ന് പറഞ്ഞാൽ? നോക്കുക, പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. ഈ പീരിയോഡിക് ടേബിൾ നമുക്ക് ആ പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് കുറച്ച് വിശകലനം ചെയ്യാനുണ്ട്. അത് നമുക്ക് വളരെ താമസിക്കാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് എന്ന് പറയുന്നൊരു ബ്ലോക്ക് ഉണ്ട്. അവിടെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ദെൻ ഫ്ലൂറിൻ,
ദെൻ ഹീലിയം. ഈ ഇത്രയും ആൾക്കാർ ഒന്ന് ആ ഓർഡറിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ഇത് നിങ്ങൾക്കറിയാം 18ാമത്തെ ഗ്രൂപ്പാണ്, ഇത് 17, ഇത് 16, ഇത് 15, ഇത് 14, 13. അതായത് 13 മുതൽ അങ്ങോട്ടുള്ള മൂലകങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ബോറോൺ, കാർബൺ, ഗ്രൂപ്പുകളാണ് കേട്ടോ, ഗ്രൂപ്പുകളുടെ പേരാണ്, മൂലകങ്ങളുടെ പേരൊന്നല്ല, ഗ്രൂപ്പുകളുടെ പേരാണ്. അപ്പോൾ 13, 14, 15, 16, 17, 18. ഓക്കെ. അപ്പോൾ ഇതിൽ ബി എന്ന് പറഞ്ഞാൽ ഈ ബി വരുന്നത് 13ാമത്തെ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് ബോറോൺ കുടുംബം എന്ന് വിളിക്കും. 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഫ്ലൂറിനാണ് തുടങ്ങുന്നതെങ്കിലും ഫ്ലൂറിൻ കുടുംബം എന്നല്ല വിളിക്കുക. ആ കുടുംബത്തെ, ആ ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണത് ഹാലോജൻ കുടുംബം. ഹാലോ എന്ന വാക്കിൻ്റെ അർത്ഥം ആ ഉപ്പെന്നാണ്, ഉപ്പിനെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലവണം. ഉപ്പെന്നല്ല, ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ മലയാളം, കൃത്യമായ മലയാളം എന്ന് പറഞ്ഞാൽ ലവണം എന്ന വാക്കാണ്. അപ്പോൾ ലവണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഹാലോജൻ കുടുംബത്തിലുള്ളത്. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ എന്ന് പറയുന്ന ആൾ സോഡിയവുമായിട്ട് ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ്, അതാണ് നമ്മുടെ ഉപ്പ്. ഇതേ ക്ലോറിൻ എന്ന് പറയുന്ന പൊട്ടാസ്യമായിട്ട് ചേർന്നാൽ പൊട്ടാസ്യം ക്ലോറൈഡ്, അത് ഇന്ദുപ്പാണ്. നമ്മുടെ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്കൊക്കെ ഉപ്പിന് പകരം, കറിയുപ്പിന് പകരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്ദുപ്പ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതൊക്കെ എവിടെയാണ്? അതൊക്കെ ഈ പറയുന്ന 17ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഉണ്ടാക്കുക. ദെൻ 18ാമത്തെ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് അലസവാദങ്ങളാണോ ഉത്കൃഷ്ടവാദങ്ങളാണോ, അവരെപ്പറ്റി നമുക്ക് പുറകെ ചർച്ച ചെയ്യാം. ഈ വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 17ാമത്തെ ഗ്രൂപ്പിൽ ദുർലഭമായി കാണപ്പെടുന്ന മൂലകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 17ാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫ്ലൂറിനുണ്ട്, ക്ലോറിനുണ്ട്, ബ്രോമിനുണ്ട്, അയഡിനുണ്ട്, പിന്നെ ആരുമുണ്ട്? അസ്റ്റാറ്റിനുമുണ്ട്. അതിലുള്ള ഈ അസ്റ്റാറ്റിൻ എന്ന് പറയുന്ന മൂലകമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർലഭമായി കാണപ്പെടുന്ന മൂലകം. പൊതുവെ ഈ പറയുന്ന പീരിയോഡിക് ടേബിളിൽ താഴത്തേക്ക് പോകാൻ നേരത്ത് ആ മൂലകങ്ങളുടെയൊക്കെ പ്രകൃതിയിലുള്ള ഒക്കറൻസ് കുറയും. കാരണം നമുക്കറിയാം അറ്റോമിക് നമ്പർ 92 എന്ന് പറയുന്ന യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളെല്ലാം, ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളെല്ലാം നമ്മൾ സിന്തറ്റിക് മൂലകങ്ങൾ എന്ന് വിളിക്കുക. അവരെല്ലാം കൃത്രിമമായിട്ടാണ് നമ്മൾ പൊതുവെ ഉണ്ടാക്കുക, പ്രകൃതിയിൽ അങ്ങനെ കാണാറില്ല. അത്തരം മൂലകങ്ങളായിരിക്കും പീരിയോഡിക് ടേബിൾ ഏറ്റവും താഴത്തേക്ക് വരുന്നത്. കാരണം അറ്റോമിക് നമ്പർ 1, 2, 3 എന്നിങ്ങനെ അവസാനം വരുമ്പോൾ 92 അപ്പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മൂലകങ്ങളെല്ലാം പൊതുവെ എങ്ങനെയാണ്? ഈ പറയുന്ന അസ്റ്റാറ്റിൻ പോലുള്ള മൂലകങ്ങളെല്ലാം പൊതുവെ ദുർലഭമായിട്ടായിരിക്കും പ്രകൃതിയിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആണോടെ? അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഈ 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ചു വെക്കേണ്ടത് ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം പേരെന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ബോറോൺ കുടുംബം, കാർബൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഓക്സിജൻ കുടുംബം, ഫ്ലൂറിനല്ല പകരം ഹാലോജൻ കുടുംബം, ദെൻ 18 അലസവാദങ്ങൾ, ഉത്കൃഷ്ടവാദങ്ങളൊക്കെയാണ്. ഓക്കെ, സമയം കളയുന്നില്ല, വേഗം അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമല്ല മൂലകം അല്ലേ, ലോഹമല്ല ചോദിച്ചത്, മൂലകമാണ് ചോദിച്ചത്. ഓക്കെ, മൂലകമാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് വെച്ചാൽ, ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം, നമ്മളൊക്കെ നിൽക്കുന്ന ഈ ഒരു ഏരിയയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജനാണ്. അവിടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകത്തിന് പകരം ലോഹമായിരുന്നു ചോദ്യമെങ്കിൽ അതിൻ്റെ ആൻസർ അലൂമിനിയമാണ് കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമായിരുന്നു ചോദ്യമെങ്കിൽ അതിൻ്റെ ആൻസർ അലൂമിനിയമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന മൂലകമാണ്. മൂലകം ഏതാണ്? മൂലകം ചോദിച്ചാൽ ഓക്സിജനാണ്. എന്നാൽ അടുത്ത നോക്കാം. ഈ പറയുന്ന ഓപ്ഷനിലുള്ള ബാക്കി ആൾക്കാരിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ മൂലകം ഹൈഡ്രജനാണ്. ദെൻ സിലിക്കൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഏത്? ഈ ഭൂവൽക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ചോദിച്ചാൽ ഏതാണ്? അത് സിലിക്കണാണ്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞല്ലേ, ഭൂവൽക്കത്തിലെ അളവ് പറഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ടേബിളും കൂടെ നോക്കിയേക്കാം. നോക്കാം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏത്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോക്കാം, ഭൂവൽക്കത്തിലെ ഓർഡർ പഠിച്ചു വയ്ക്കുക. പെർസെൻറ്റേജ് കൃത്യമായി പഠിച്ചില്ലെങ്കിലും ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, രണ്ടാമത്തെ മൂലകം സിലിക്കൺ, മൂന്നാമത്തെ മൂലകം അലുമിനിയം. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു അലോഹമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഓക്സിജനും സിലിക്കണും ലോഹങ്ങളല്ല, ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ലോഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയമാണ്. ഈ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു ഉപലോഹമാണ്, ഉപലോഹം. ഓക്കെ, സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ഉപലോഹം. സിലിക്കണും ജെർമീനിയും ഒക്കെയാണ് ഉപലോഹങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളവരെ. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ പെർസെൻറ്റേജ് കൃത്യമായിട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഏകദേശം 50% പറ്റാറുണ്ട് ഓക്സിജൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 46.6 കൃത്യമായ വാല്യൂ, 27.7 സിലിക്കൺ, 8.3 അലൂമിനിയം. ഇനി നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയുടെ ആ സർഫസിൽ നിന്ന് മാറി ആ ഭൂമിക്ക് മുകളിലുള്ള ആ ഒരു പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ. ആ അന്തരീക്ഷത്തിന്റെ അങ്ങേയറ്റം വരെ, എക്സോസ്ഫിയർ വരെയുള്ള ഏരിയ തൊട്ട് ഭൂമിയുടെ ഈ പറയുന്ന സർഫസ് വരെയുള്ള ഏരിയ, ആ കംപ്ലീറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതലുള്ള നൈട്രജനാണ്. നൈട്രജന്റെ ശതമാനം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 78% ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നൈട്രജൻ ചോദിക്കാം 70. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഓക്സിജനാണ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനാണ് 78%. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മൂലകം ചോദിച്ചാൽ അതാരാടാ? അത് ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ അന്തരീക്ഷം മൊത്തം എടുത്താൽ എന്ത് പറ്റും? രണ്ടാം സ്ഥാനത്തേക്ക് പോകും. കാരണം നൈട്രജൻ അവിടെ അവനെ ഓവർടേക്ക് ചെയ്തു.
അപ്പോൾ ഓക്സിജൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിലെ ഓക്സിജൻ്റെ അളവ് 46.6 ആണെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് 21%. അടുത്ത നോക്കുക ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം ചോദിച്ചാൽ ആർഗണാണ്. ആർഗൺ എന്ന് പറയുന്നത് വളരെ അലസവാതകമല്ലേ? അതുകൊണ്ട് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അലസവാതകം എന്ന് ചോദിച്ചാൽ ആരെ പറയണം? ആർഗണിനെ പറയണം. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അടുത്ത ഏരിയയിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തൊരു ടേബിളിലുള്ള വകുപ്പ് അവിടെ വരുന്നുണ്ട്. എന്താണ് അടുത്ത ചോദ്യം? എന്താണ്? മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു എന്നാണ്. മീനമാത എന്ന് പറയുന്ന ഒരു രോഗം തന്നെയുണ്ട്. ആ പേരിലൊരു രോഗം തന്നെയുണ്ട് അല്ലേ? മീനമാത ദുരന്തമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമുക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഈ ചർച്ച ചെയ്യുന്നത്. അതിനൊരു ടേബിൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. നമ്മൾ ഇത്തരത്തിലുള്ള ടേബിളുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്യാപ്സൂൾ വരുത്തി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ടേബിളുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന സിലബസിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചേറെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കുറച്ചേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ടേബിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇരിക്കുക. വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്രയും വേഗം അപ്ലോഡ് ചെയ്യാവോ അത്രയും വേഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്രയും വേഗം പഠിച്ചെടുക്കുക അത്രയും വേഗം നിങ്ങളും പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട രോഗം ഫ്ലൂറോസിസ്. പഠിക്കാൻ വലിയ പാടൊന്നുമില്ല, കിട്ടും. സിലിക്കണുമായി ബന്ധപ്പെട്ട സിലിക്കോസിസ് ഒരുപാടുമില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും ചോദിക്കാറുമില്ല. ഓക്കെ, അടുത്ത മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗമാണ് മീനമാത. അപ്പോൾ നമ്മളിവിടെ ആ ചോദ്യത്തിൽ നമ്മൾ കണ്ട ചോദ്യം എന്തായിരുന്നു? മീനമാത ദുരന്തത്തിന് കാരണമായ. അപ്പോൾ ഓപ്ഷനിലെ മെർക്കുറിയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് ഏതാണ്? ഈ സാധനമാണ്. അപ്പോൾ മീഥൈൽ മെർക്കുറിയാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ആ രോഗവുമായി ബന്ധപ്പെട്ട് ബാക്കി പറഞ്ഞ ആൾക്കാർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. പ്ലംബിസം ലെഡുമായി ബന്ധപ്പെട്ടത് പ്ലംബിസമാണ്. ഇതായി കാഡ്മിയവുമായി ബന്ധപ്പെട്ട രോഗമാണ്. വിൽസൺസ് രോഗം ഏതാണ്? ചെമ്പുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ഹൈപ്പോക്കലേമിയ പൊട്ടാസ്യവുമായി ബന്ധപ്പെട്ട രോഗമാണ്. ഓക്കെ, അസ്ഥിക്കൊക്കെ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോക്കലേമിയ എന്ന് പറയുന്ന രോഗം. ക്ലിയർ ആണ്? അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അടുത്ത നോക്കാം നമുക്ക്. ആധുനിക ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്ത് പേരാ വിളിക്കുക? മൂലകങ്ങളെ, അതായത് എസ് ബ്ലോക്ക് പി ബ്ലോക്ക്, നമ്മൾ പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ 1-2 ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന 1-2 ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് എസ് ബ്ലോക്ക്. ദെൻ ഇപ്പുറത്ത് 13 മുതൽ 18 വരെ ഗ്രൂപ്പുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഹീലിയം ഒക്കെ വരുന്ന ആ ഒരു ഏരിയ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക്, പി ബ്ലോക്കിൻ്റെയും എസ് ബ്ലോക്കിൻ്റെയും ഇടക്ക് ഒരു ഡി ബ്ലോക്ക് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ഡി ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പോൾ ഈ സംക്രമണ മൂലകം എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക്. ഈ സംക്രമണ മൂലകങ്ങളുടെ രണ്ട് വശത്തും മേളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രണ്ട് ബ്ലോക്കുകളാണ് എസ് ബ്ലോക്കും പി ബ്ലോക്കും. ആ ബ്ലോക്കിലുള്ള മൂലകങ്ങളെ രണ്ടിനെയും ഒരുമിച്ച് ആ രണ്ട് കൂട്ടരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കും. പ്രാതിനിധ്യ മൂലകം അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അവരെ നമ്മൾ വിളിക്കുന്ന പേര്. സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അവരെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കും. ഓക്കെ, എന്താണ് ഈ അന്തസ്സംക്രമണ മൂലകങ്ങൾ? ഇത് രണ്ടുമല്ലാതെ താഴത്ത് രണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ട്. താഴത്ത് രണ്ട് ചെറിയ ബോക്സുകളുണ്ട്. അത് എഫ് ബ്ലോക്ക് എന്നാണ് വിളിക്കുക. ആ ലാന്തനൈഡ്, ആക്ടിനോയിഡ് എന്നൊക്കെ പറയുന്ന ഏരിയ, അവരെ വിളിക്കുന്ന പേരാണ് അന്തസ്സംക്രമണ മൂലകങ്ങൾ. ഈ ഉത്കൃഷ്ടവാദങ്ങൾ നമുക്കറിയാം. ഉത്കൃഷ്ടവാദങ്ങൾ എന്ന് പറഞ്ഞാൽ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന പൊതുവെ റിയാക്ട് ചെയ്യാത്ത ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്ന് പറയുന്ന ആൾക്കാരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. നമ്മുടെ 18ാം ഗ്രൂപ്പാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഉത്കൃഷ്ടവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചിരിക്കുന്നു. ആൻസർ ഏതാണ്? ഓക്സിജൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഓക്സിജൻ ഉള്ള 46.6% നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആവർത്തന പട്ടികയിലെ 17ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 17ാമത്തെ ഗ്രൂപ്പ് അല്ല, എഴുതി നോക്കിയത് ഏതാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ബിസി അല്ലെന്ന് ഓർത്താൽ ബിസി അല്ല, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ദെൻ അടുത്തതാണ് നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആള്. ദെൻ ഹീലിയം ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ റൈറ്റിൽ നിന്ന് 13 ഇട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹീലിയം എന്ന് പറയുന്ന 18ാമത്തെ ഗ്രൂപ്പ് എന്നറിയാം, ഇത് 17 ആയിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഈ 17ാമത്തെ ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മളോട് ചോദിക്കുന്നത്. 17 ഏതാണ്? ഫ്ലൂറിനാണ്. ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അത് ഹാലോജൻ കുടുംബമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹാലോജൻ കുടുംബം. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതി നോക്കണമെന്നില്ല, നമുക്കിത് അറിയാം, നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ടോ, നമുക്കറിയാം. ഒന്നും പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ട രണ്ട് ഗ്രൂപ്പുകളാണ് 18ാമത്തെ ഗ്രൂപ്പും ഹാലോജൻ കുടുംബവും. 18ാമത്തെ ഗ്രൂപ്പും ഹാലോജൻ കുടുംബവും വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഈ ബോറോൺ കുടുംബവും നൈട്രജൻ കുടുംബവും ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട രണ്ട് സാധനം ഈ 17ാമത്തെ ഗ്രൂപ്പും 18ാമത്തെ ഗ്രൂപ്പാണ്. അതിൻ്റെ പേരുകൾ പഠിച്ചു വയ്ക്കണം. 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ടവാദങ്ങളാണെങ്കിൽ അലസവാദങ്ങളാണ്, നോബിൾ ഗ്യാസുകളാണെന്നൊക്കെ പഠിച്ചു വയ്ക്കുക. ഒപ്പം 17ാമത്തെ ഗ്രൂപ്പ് ഹാലോജനുകളാണ്. അത് ട്രാൻസിഷൻ അഥവാ സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എസും പിയും നമ്മുടെ പ്രാതിനിധ്യ മൂലകങ്ങളാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അവരെ വിളിക്കുന്ന പേരാണെന്ത്?
ട്രാൻസിഷൻ അഥവാ സംക്രമണ മൂലകങ്ങൾ. ഈ സംക്രമണ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ് പറഞ്ഞേക്കാം. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത അവർ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ ഉദാഹരണമാണ് നമ്മുടെ അയൺ എന്ന് പറയുന്ന സാധനം, ഇരുമ്പ് എന്ന് പറയുന്ന സാധനം. ഇരുമ്പ് ഓക്സിജനുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ തുരുമ്പുണ്ടാവും, തുരുമ്പിന് നിറമുണ്ടേ. അപ്പോൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന ആരാണെന്ന് ഓർക്കുക, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, സംക്രമണ മൂലകങ്ങളാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇവരെന്ത് ചെയ്യുന്നു, ഇവർ വ്യത്യസ്ത സംയോജകതകൾ കാണിക്കുന്നു. ഡിഫറൻറ്റ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരാൾ ആ പരിപാടി കാണിക്കത്തില്ല, അത് സിങ്ക് ആണ്. ആരാണ് സിങ്ക്? എപ്പോഴും ഓക്സിഡൈസേഷൻ വ്യത്യസ്തമായിട്ട് കാണിക്കത്തില്ല. സിങ്ക് ഓക്സിഡൈസേഷൻ ആണെങ്കിൽ സംയോജകത, രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പോൾ സിങ്ക് വ്യത്യസ്ത സംയോജകത കാണിക്കത്തില്ല, ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, വ്യത്യസ്ത സംയോജകതകൾ കാണിക്കുമെന്ന് പിടിച്ചു വെച്ചേക്കും. ഓക്കെ, ഈ പറയുന്ന സിങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം ഇത് നമുക്കറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് ചോദിച്ചാണ്. 10th ലെവൽ പ്രിലിംസിന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ആവർത്തന പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ആൻസർ പഠിക്കുക, ഫ്ലൂർ. ഇലക്ട്രോനെഗറ്റീവായ മൂലകങ്ങൾ പൊതുവെ റൈറ്റ് സൈഡിലെ മേളിലായിരിക്കും കാണപ്പെടുക. അതിൽ ആ ഹീലിയം എന്ന് പറയുന്ന സാധനം നമ്മുടെ അലസവാതകങ്ങളാണ്. അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അവരെ ഇലക്ട്രോനെഗറ്റീവോ പോസിറ്റീവോ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർ ഈ പരിപാടിക്കില്ല, ഈ ഒരു സീനിലേ അവരില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വരുന്ന ആൾക്കാരിൽ റൈറ്റ് സൈഡിലെ മേളിൽ എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. നമ്മൾ പറഞ്ഞ 17ാമത്തെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മേളിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആയിട്ടുള്ളതിൽ ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായ മൂലകം. അടുത്ത് നോക്കാം, ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ്, എന്നാൽ ദ്രവ ഓക്സിജന്റെ നിറം എന്ത്? ദ്രവ ഓക്സിജന്റെ നിറം പഠിക്കുക. നിറമില്ലെന്നല്ല, നീല നിറം. ഓക്കെ, ദ്രവ ഓക്സിജന്റെ നിറം എന്താണ്? നീല നിറമാണ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം, ആഗോള താപനവുമായി ബന്ധപ്പെട്ട. ആഗോള താപനം എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആഗോള താപനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. കാർബൺ അതിൻ്റെ സംയുക്തങ്ങൾ, കാർബണുമായി ബന്ധപ്പെട്ട വാതകങ്ങൾ ഭൂമിക്ക് മുകളിൽ ഒരു പുതപ്പ് പോലെ വന്നു നിന്നുകൊണ്ട് ആ സൂര്യൻ്റെ ടെമ്പറേച്ചറിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകാൻ സമ്മതിക്കാതെ കൊണ്ടിരിക്കുകയും ഭൂമിയുടെ താപം കൂടുകയും ചെയ്യുന്ന പരിപാടിയാണത് ആഗോള താപനം എന്നറിയപ്പെടുന്ന. ആഗോള താപനത്തിന് കാരണമാകുന്ന മൂലകം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? കാർബൺ ആണെന്ന് പറയാം. ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നാൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞത് മൂലകം ഏതായിരുന്നു, നമ്മൾ പറഞ്ഞു കാർബൺ എന്ന് പറഞ്ഞു. എന്നാൽ വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ വ്യാവസായിക ശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് എന്തിന് കാരണം? ആഗോളതാപനത്തിന് പ്രധാനമായ വാതകം എന്ന് പഠിച്ചു വയ്ക്കുക. മൂലകം ചോദിച്ചാൽ കാർബൺ, വാതകം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇതിപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് വെച്ചാൽ, അതായത് KLMN എന്നൊക്കെ പറഞ്ഞ ഷെല്ലുകൾ ആറ്റത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത ആരാണ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്താണ്, വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്താണ്. ആരാണ്? നമ്മുടെ നീൽസ് ബോർ ആണ്. ബോർ മോഡൽ ഓഫ് ആറ്റത്തിലാണ് 2n² എന്ന് പറയുന്ന നമ്പറൊക്കെ വെച്ചിട്ട് ഇലക്ട്രോണുകളുടെ എണ്ണം 2, 8, 18, 32 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചാണല്ലേ. KLMN എന്ന് പറയുന്ന ഷെല്ലുകളിലെ 2, 8, 18, 32 എന്ന് പറയുന്ന എണ്ണമാണെന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. 2n² ആണ് ഒന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ. 2n² എന്നുള്ളതിൽ 2 × n പകരം 1 കൊടുക്കുക, 1². അതാണ് ഈ 2 എന്ന് പറയുന്ന സാധനം. രണ്ടാമത്തെ ഷെല്ലിൽ 2 × 2ന്റെ സ്ക്വയർ, 2 × 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ 2 × 4 എന്ന് വരും, 4, 2, 8. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യണം, അതുകൊണ്ടാണ് ഈ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അടുത്ത മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചത്? മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയെ പറ്റി നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അറ്റോമിക മാസാണ്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ അറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയാണ് മൂലകങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം ബ്രാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് എക്സാമിനാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്കിവിടെ കാണാം. 2018 LGS കമ്പനി ബോർഡ് LGS എന്നാണ് എനിക്ക് തോന്നുന്നത്, അതിന് ചോദിച്ചാണ് കേട്ടോ. അടുത്ത അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? അത് ഹെൻറി മോസ്ലി. അപ്പോൾ നമുക്ക് 2 ചോദ്യങ്ങളും ശ്രദ്ധിക്കുക. മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക മാസാണ്, അതേസമയത്ത് ഹെൻറി മോസ്ലി എന്ത് ചെയ്യുന്നു? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളായിട്ട് വർഗീകരിച്ചത്. അടുത്ത ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? എന്താണ്? അത് ന്യൂക്ലിയസ് ആണെന്ന് നമുക്കറിയാം. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസിലുള്ള കണങ്ങൾ ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വിക്കാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, അടുത്ത ഞാനിതിൻ്റെ കയ്യിലെടുത്താൽ ഇത് ഉരുകും. ഞാനിതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അത് ഉരുകും. ഏത് മൂലകത്തെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലിയേഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധമായ വാക്യമാണ്. അതായത് ഒരു മൂലകം കണ്ടെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആ മൂലകത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ആ മൂലകം എങ്ങനെയായിരിക്കും ബാഹ്യമായ ചുറ്റുപാടുകളോട് റിയാക്ട് ചെയ്യുക എന്ന് അദ്ദേഹം നേരത്തെ മുൻകൂട്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പീരിയോഡിക് ടേബിൾ അദ്ദേഹം ഒന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ്, അതായത് ആ പീരിയോഡിക് ടേബിളിൽ
അദ്ദേഹം അലൂമിനിയം എന്ന് പറയുന്ന മൂലകത്തിൻ്റെയും സിലിക്കൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെയും താഴത്ത് എന്ത് ചെയ്തു, വേക്കൻറ്റ് സ്പേസ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടെയുള്ള മൂലകങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അതിൽ അലൂമിനിയത്തിൻ്റെ താഴത്തുള്ള മൂലകത്തെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ ആ മൂലകത്തെ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ അത് ഉരുകുമെന്ന് പറഞ്ഞു. ആ മൂലകത്തിന് പിന്നീട് പേര് വീണു. എന്ത് വീണു? ആ മൂലകമാണ് ഗാലിയം. ഓക്കെ, ഈ ഗാലിയത്തെ മെന്റലിയെ വിളിച്ച പേരെന്താണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, പഠിച്ചു വയ്ക്കുക. ഗാലിയത്തെ മെന്റലിയെ വിളിച്ച പേരാണ് ഏക്ക അലുമിനിയം. അലുമിനിയത്തിന്റെ താഴത്ത് വരാൻ പോകുന്ന മൂലം ഏക്ക അലുമിനിയം. ആ ഏക്ക അലുമിനിയമാണ് എന്താ കയ്യിലെടുത്ത് പിടിച്ചാൽ ഒഴുകുന്ന ഗാലിയം. അതുപോലെ തന്നെ അടുത്തത് സിലിക്കണിന്റെ താഴത്തുള്ള മൂലകത്തെ പുള്ളി എന്തായിരിക്കും വിളിച്ചത്? എഗാ സിലിക്കൺ എന്നാണ് വിളിച്ചത്. ഈ എഗാ സിലിക്കൺ എന്ന് പറയുന്ന മൂലകം ഏതാണ് ശരിക്കും പറഞ്ഞാൽ? അത് ജെർമേനിയം ആണെന്ന് പഠിക്കുക. ജെർമേനിയം. എഗാ സിലിക്കൺ ആരാണെന്ന് വെച്ചാൽ പഠിക്കുക, അത് ജെർമേനിയമാണ്. കിട്ടിയായിരുന്നൂടെ? അടുത്ത് നോക്കാം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്സിജനെ കണ്ടെത്തിയത് ജോസഫ് പ്രിസ്ലി ആണ്. എന്നാൽ ജലത്തെ വിഭജിച്ചാൽ ഇങ്ങനെ രണ്ട് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ അത് സർ ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, അതൊക്കെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളങ്ങ് പറയുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. ഹൈഡ്രജനും ഓക്സിജനായിട്ട് വേർതിരിക്കുക. ഹൈഡ്രജനും ഓക്സിജനും വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ആരൊക്കെ? ഈ പറയുന്ന ജോസഫ് പ്രിസ്ലിയും, ജോസഫ് പ്രിസ്ലി ഭാഗത്തിന് വിടില്ല, ജോസഫ് പ്രിസ്ലി ഹെൻറി കാവൻഡിഷുമായിട്ട് നമ്മൾ ഒതുങ്ങും. പിന്നീട് അവിടെ നിന്ന് നമ്മൾ നോക്കാൻ നേരത്തെ ഈ പറയുന്ന ഹെൻറി കാവൻഡിഷ് മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം ആൾക്കാരും ആരെ കുത്തും? ഹെൻറി കാവൻഡിഷിനെ കുത്തും. പക്ഷേ ആൻസർ ഏതാണ്? നമ്മുടെ ഹംഫ്രി ഡേവിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ഓക്സിജൻ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം. നമ്മൾ തൊട്ടും പറഞ്ഞ അടുത്ത ചോദ്യമാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചാലാണ് ജോസഫ് പ്രിസ്ലിയാണ്. ജോസഫ് പ്രിസ്ലിയെ പറ്റി ഞാൻ ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം കുറച്ച് കണ്ടെത്തില്ല. സോഡ വാട്ടറിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, പോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ആസിഡ് എടുക്കാൻ നേരത്തെ ഞാനവിടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പറഞ്ഞോളാം. ഓക്കെ, അടുത്തത് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഇലക്ട്രോൺ ആണ്, സംശയമൊന്നുമില്ല. അടുത്തത് ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം അത് ന്യൂട്രോൺ ആണ്. ന്യൂട്രലായിട്ടുള്ളത് ന്യൂട്രോൺ ആണ്. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. 2017 ചോദിച്ച ചോദ്യം. ഞാനിത് പലതവണ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗ്ലൂക്കോസ് തന്മാത്ര, ഇതിലെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. ഗ്ലൂക്കോസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C6H12O6 എന്ന് പറയുന്നതാണ്. ഇത് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയാണ്. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ 6, 12, ഇവിടെ ഒരു 6. ഇത്രയുമാണ് ആറ്റങ്ങളുടെ എണ്ണം. അതായത് 6, 12, 18, 18, 24 എണ്ണമാണ് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിലുള്ളത്. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 24നെ 3 കൊണ്ട് ഗുണിക്കുക. ആൻസർ 72 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 72. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ 72 ആറ്റങ്ങളാണുള്ളതെന്ന് അന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്തത് ഇത് ക്ലിയർ ആകാത്തതുകൊണ്ട് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത, ഒരു ആറ്റത്തിലെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. KLMN എന്ന് പറയുമ്പോൾ 2, 8, 18, 32. അതിൽ എൻ ഷെല്ല് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 32 ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്ത, ഒരു ആറ്റത്തിലെ കെ ഷെല്ല് എത്രയാണ്? നമ്മൾ തൊട്ടുമുമ്പ് എഴുതി വെച്ച് 2 ആണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് സാധിക്കുക. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഇലക്ട്രോൺ ആണ്. നമുക്കറിയാം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. കണ്ടെത്തിയത് J തോംസൺ ആണ്. ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം, അതൊരു നല്ല ചോദ്യമാണ്. ഐസോട്ടോപ്പ് ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളതാണ്. ഐസോട്ടോപ്പ് എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറാണ് അല്ലേ? സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് മാസും ആണ്. സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് മാസും ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോട്ടോപ്പുകൾ. അപ്പോൾ സെയിം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയാലോ. ഇനി ഡിഫറൻറ്റ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസിൽ ഡിഫറൻസ് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി അറ്റോമിക് മാസ് മാറണമെങ്കിൽ ഒരേ ഒരു സാധ്യത ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവണം അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് പറയാം സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ്. അപ്പം വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകൾ ഉണ്ടാകുന്നതാണ് എന്തിന് കാരണം? ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം. ക്ലിയർ ആണോടെ? ഇനി ആ ഓപ്ഷൻ നോക്കിയാൽ മതി. നോക്കുക, ന്യൂട്രോണുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഇതിന് കാരണം? ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കാൻ കാരണം. ക്ലിയർ ആണോടെ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പൊതുവെ എല്ലാവരും ഐസോട്ടോപ്പ് എന്താണ് എന്ന് മാത്രമാണ് പഠിച്ചു വയ്ക്കുക. അതിന് കാരണം എന്താണ് എന്ന് ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ അറിയാവുന്നതാണ് അവർ ചർച്ച ചെയ്തിരിക്കുക, അവരെ നോക്കുന്നു. ഓക്കെ, അടുത്തത് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തി. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ചോദ്യം. ആൻസർ പഠിക്കുക. മില്ലിഗനാണ് കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ പേരെന്ന് പഠിച്ചു വെച്ചേക്കുക. അതാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് കേട്ടോ.
ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ചോദിക്കാൻ സാധ്യത തീരെ കുറവാണ്, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് ആ എക്സ്പെരിമെൻറ്റ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്? മില്ലിഗൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത പ്രോട്ടോണിൻ്റെ മാസ് എത്ര? പ്രോട്ടോണിൻ്റെ മാസ് നമ്മൾ ചർച്ച ചെയ്താണ്. നമ്മൾ എനിക്കൊന്നൊരു ടേബിൾ സഹിതം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല കുറേ ടേബിളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിളുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ഞാൻ സെപ്പറേറ്റ് ആലോചിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം പഠിച്ചു വയ്ക്കുക. പ്രോട്ടോണിൻ്റെ മാസ് വെച്ച് കഴിഞ്ഞാൽ 1.67 × 10⁻²7. നിങ്ങൾ ഇന്ന് തൽക്കാലം ഇത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഞാൻ ന്യൂട്രോണിനെ പറ്റിയോ ഇലക്ട്രോണിനെ പറ്റിയോ പറയുന്നില്ല. ഇത് മാത്രം നിങ്ങൾ പഠിക്കുക. 1.67 × 10⁻²7 കേട്ടോ. ഇങ്ങനെയാണ് -27 കിലോഗ്രാം. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ ഇപ്പോൾ പഠിക്കുക. ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് 2 കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കാം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചാൽ സോളാർ സിസ്റ്റം മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡാണ്. ഓക്കെ, റുദർഫോർഡ് എന്ന് പറയുമ്പോൾ 2 റുദർഫോർഡ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഏണസ്റ്റ് റുദർഫോർഡ് ഉണ്ട്, ഡാനിയൽ റുദർഫോർഡ് ഉണ്ട്. ഡാനിയൽ റുദർഫോർഡ് നൈട്രജനെ കണ്ടെത്തിയ വ്യക്തിയാണ്. ഏണസ്റ്റ് റുദർഫോർഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ A2Z അക്കാഡമിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടാൽ മതി. അതിൽ ഞാൻ സെപ്പറേറ്റ് ഒരു സ്ലൈഡ് തന്നെ ഏണസ്റ്റ് റുദർഫോർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ. ഓക്കെ, അടുത്ത ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാലും നമ്മുടെ ഇലക്ട്രോൺസിനെ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാലും ആരാണ്? J.J. തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആറ്റം എന്ന് പറയുന്ന സാധനം ഒരു തണ്ണിമത്തം പോലെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലം പോലെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പുഡിങ്സോ അല്ലെങ്കിൽ തണ്ണിമത്തിൻ്റെ കുരുവുള്ള പോലെ ആര് കിടക്കുന്നു? ഇലക്ട്രോൺസ് കിടക്കുന്നു എന്ന് പറയുന്ന ഒരു മോഡൽ ഓഫ് ആറ്റമാണെന്ത്? പ്ലം പുഡിംഗ് മോഡലെ കണ്ടെത്തുന്നത് J.J. തോംസൺ ആണെന്ന് പഠിച്ചു വയ്ക്കുക. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ മൂലകം ഓപ്ഷൻ്റെ അകത്ത് യുറേനിയം, നെപ്റ്റോണിയം, പ്ലൂട്ടോണിയം, തോറിയം. ഓപ്ഷൻ ഒന്നും ശരിയല്ല. ശരിയായ ആൻസർ ടെക്നീഷ്യമാണ്. ഇതാണ് ടെക്നീഷ്യം. അറ്റോമിക് നമ്പർ 43. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഓപ്ഷൻ തന്നത്. ഓപ്ഷൻ ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൻസർ എന്താണ്? ടെക്നീഷ്യമാണ്. മനുഷ്യനിർമ്മിതമായ ആദ്യ മൂലകം ടെക്നീഷ്യം. അറ്റോമിക് നമ്പർ 43. അത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂലകമേത്? ജലം, പഞ്ചസാര, ചെമ്പ്, ഉപ്പ്. നല്ലൊരു ഓപ്ഷനാണ് അവർ തന്നിരിക്കുന്നത്. ഇതിൽ പലതും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാത്തിനെ പറ്റിയും നമുക്കറിയാം. ജലമെന്ന് പറഞ്ഞാൽ H2O ആണെന്നറിയാം. പഞ്ചസാര പറയാനാണെങ്കിൽ അത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലൂക്കോസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ C6H12O6 ആണ്. ചെമ്പെന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അതിന് നമുക്ക് Cu എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഉപ്പെന്ന് പറഞ്ഞാൽ NaCl ആണ്. ഇനി നമുക്കറിയാം മൂലകം എന്ന് പറഞ്ഞാൽ ഒരേ തരം ആൾക്കാർ മാത്രമാണെങ്കിൽ അവരെയാണ് മൂലകം എന്ന് വിളിക്കുക. അല്ലെങ്കിൽ സംയുക്തം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞു. ഇവിടെ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, ഇവിടെ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, ഇവിടെ ഒന്നിൽ കൂടുതൽ പേരുണ്ട്. ഒന്നിൽ കൂടുതൽ പേരില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആര് മാത്രമാണ്? നമ്മുടെ ചെമ്പ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചെമ്പാണ്. ഈ ചെമ്പിന് കോപ്പർ എന്നായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യുന്നത്. പക്ഷേ പലർക്കും ചെമ്പെന്ന വാക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ആൻസറിനോടൊരു കോൺഫിഡൻസ് കുറവ് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എഴുതി കാണിച്ചു കേട്ടോ. അടുത്തൊരു ഏകാറ്റോമിക തന്മാത്രയാണ് ഏകാറ്റോമിക തന്മാത്ര. താഴെ തന്നിരിക്കുന്ന ഏകാറ്റോമിക തന്മാത്ര ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകാറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം മാത്രമുള്ള തന്മാത്രയാണ് ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് നിൽക്കുക? ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുക. ഓസോൺ എങ്ങനെ നിൽക്കുക? O3 ആയിട്ടാണ് നിൽക്കുക. ഓക്സിജൻ എങ്ങനെ നിൽക്കുക? O2 ആയിട്ടാണ് നിൽക്കുക. ഹീലിയം എങ്ങനെ നിൽക്കുക? ഹീലിയം He എന്ന് പറഞ്ഞാൽ നിൽക്കുക. He1 ആണത്. H2 എന്നോ He3 എന്നോ He4 എന്ന് പറഞ്ഞാൽ ആരെ കാണില്ല? He അല്ല, He, ഹീലിയം കേട്ടോ. അങ്ങനെ ആരെ കാണില്ല? ഹീലിയത്തെ കാണില്ല. അപ്പോൾ ഹീലിയം എന്ന് പറയുന്നതാണ് എന്ത്? ഏകാറ്റോമിക തന്മാത്ര. മനസ്സിലാക്കുക, അലസവാതകങ്ങളെല്ലാം എന്തായിരിക്കും? ഏകാറ്റോമിക തന്മാത്രകളായിരിക്കും. കാരണം അവരെ ആ ജന്മനാ സ്റ്റേബിൾ അല്ലാത്ത കൊണ്ടാണ് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തത്? അടുത്തൊരു ഹൈഡ്രജനെ കൂട്ടുപിടിച്ച് റിയാക്ട് ചെയ്തത്. ഓക്സിജൻ എന്ത് ചെയ്തു? വേറെ ഓക്സിജനുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് O2ഉം O3ഉം ഒക്കെ ആയിട്ട് മാറി. സൾഫർ എങ്ങനെ നിൽക്കുക? സൾഫർ S8 ആയിട്ടാണ് നിൽക്കുക. സൾഫർ S8 ആകും. ഫോസ്ഫറസ് P4 ആകും. ഇവയൊക്കെ നമ്മൾ ബഹു അറ്റോമിക തന്മാത്ര അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കും. ഇവിടെ അലസവാതകങ്ങളായ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രെപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇവരെല്ലാവരും എങ്ങനെ ആയിരിക്കും? ഏക അറ്റോമിക തന്മാത്രകളായിരിക്കും. മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആയിരിക്കും എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത പ്രപഞ്ചത്തിൻ്റെ ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗം, പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ മൊത്തം ദ്രവ്യത്തിൻ്റെയും മുക്കാൽ ഭാഗവും ഉള്ള മൂലകം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ചോദ്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. അത് തന്നെ അവർ കുറച്ചുകൂടി ഡ്രമാറ്റിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിലെ മുക്കാൽ ഭാഗം ആരാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ സെക്കൻഡ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്.
ഓക്കെ, ഹീലിയമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മൂലകം. സൂര്യനിലെ കേസ് ചോദിച്ചാലും ഇത് തന്നെ, ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ, സെക്കൻഡ് ഹീലിയമാണ്. അടുത്ത മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൂലകം ഓക്സിജൻ. ലോഹം ചോദിച്ചാൽ ഇതാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലോഹം ചോദിച്ചാൽ കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലോഹം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സംയുക്തം അത് ജലമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സംയുക്തം ചോദിച്ചാൽ, കോമ്പൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലമാണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ മൂലകം, പ്രപഞ്ചത്തിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ആറ്റം കണ്ടെത്തിയത് നമുക്കറിയാം ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടെത്തിയ ആരാണെന്ന് ചോദിച്ചാലും, ആറ്റോമിക സിദ്ധാന്തം നിർദ്ദേശിച്ച ആരാണെന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ആറ്റം തിയറിക്ക് സമാനമായ പരമാണു സിദ്ധാന്തം കൊണ്ടുവരുന്ന ഇന്ത്യക്കാരൻ ആരാന്ന് വെച്ചാൽ അത് കണാദ മുനിയാണ്. ആരാണ്? കണാദൻ. കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കൃത്യമായ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാഞ്ഞുകൊണ്ടും ബ്രാക്കറ്റിൽ എഴുതി വെക്കണമല്ലോ. ഇന്ന ചോദ്യത്തിന് ഇന്ന എക്സാമിന് ചോദിച്ചാണ് എഴുതണമല്ലോ. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തായിരുന്നത്. എനിക്ക് കിട്ടിയില്ല, ഏത് ചോദ്യത്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന്. ഇതിലത് ചോദിച്ചതാണ്. അടുത്ത ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ അല്ല കേട്ടോ. ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ അല്ല. ഓപ്ഷനിൽ ഹൈഡ്രജൻ ആണുള്ളത്. വെട്ടി ദൂരത്തെറിയ. ആൻസർ ഹീലിയമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണെന്ന് പഠിച്ചു വയ്ക്കുക. ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ അല്ല. വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ അല്ല, ഹീലിയമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ അല്ല, ഹീലിയമാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആറ്റം ഹൈഡ്രജൻ ആണ്. എന്നാൽ ഏറ്റവും സ്മോളസ്റ്റ് ആറ്റം ചോദിച്ചാൽ അത് ഹീലിയമാണ്. ഹീലിയത്തിന്റെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണുകൾ ഉള്ളത് കൊണ്ട് ആ 2 പ്രോട്ടോണുകൾ ഒന്നാമത്തെ ഓർബിറ്റിനെ പിടിച്ച് അകത്തേക്ക് വലിക്കാൻ നേരത്തെ അവരെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കും. എന്നാൽ ഹൈഡ്രജന്റെ ആറ്റത്തിൽ 1 പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അവന് അട്രാക്ഷൻ ഫോഴ്സ് കുറവായിരിക്കും. ഒരാളല്ലേ ഉള്ളൂ. 2 പേര് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ചെറുതാവുമല്ലോ. അതുകൊണ്ടാണ് ഹീലിയം ആറ്റം എന്താകുന്നത്? ചെറുതായി മാറുന്നത്. ഓക്കെ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ പഠിച്ചു വയ്ക്കുക. ഹീലിയമാണ് ഏറ്റവും ചെറിയ ആറ്റം. ഓക്കെ, അടുത്ത നോക്കാം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം. അറിയാം, ഇലക്ട്രോൺ ആണ്. മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു. ന്യൂട്രോൺ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക്. ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടുപിടിച്ച ചാഡ്വിക്. ചാർജ് ഇല്ലാത്തത് ചാഡ്വിക്കിന്. ഓക്കെ, അടുത്ത ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. അടുത്ത ഇലക്ട്രോൺ കണ്ടുപിടിച്ച, വീണ്ടും അതേ ചോദ്യമൊക്കെ തന്നെ വീണ്ടും വരുന്നത് ജെ തോമസ് ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം ഏറ്റവും ലഘുവായ ആറ്റമാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആറ്റമാണ്, ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആറ്റമാണെന്ന് പറയുന്നു. അതിൻ്റെ രണ്ടാമത്തെ കാര്യം പഠിച്ചു നോക്കിയാൽ ഒരു പ്രോട്ടോൺ മാത്രമേ അതിൻ്റെ അകത്തുള്ള. സാധാരണ എല്ലാ ആറ്റത്തിലും എന്തും കൂടെ കാണും, ഒരു പേരിനൊരു ന്യൂട്രോണെങ്കിലും കാണും. ഓക്കെ, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മൂലകത്തിന് മാത്രം എന്തില്ലടാ? ന്യൂട്രോൺ ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് പഠിച്ചു വയ്ക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമായ ഹൈഡ്രജന്റെ കയ്യിൽ എന്തില്ലടാ? ന്യൂട്രോൺ ഇല്ല. അടുത്തത് മൂലകങ്ങളെ ലോഹവും അലോഹവുമായി വേർതിരിച്ച് ആദ്യം പറഞ്ഞ ചോദ്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ആരാണ്? ലാവോസിയാണ്. നമുക്ക് 2003 ചോദിച്ച ചോദ്യമാണ്. അതേ ചോദ്യം 2018 അല്ലേ നമ്മുടെ LGS കമ്പനി ബോർഡ് LGSിലോ മറ്റാണ് നമ്മൾ തുടങ്ങിയത്. അവിടെയും ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നും ചോദ്യങ്ങൾ വെറൈറ്റി ഒന്നും ഇല്ല, ഇതൊക്കെ തന്നെ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ വരുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിക്കോളാം. അടുത്ത ഒരു അലസവാതകമാണ്. അലസവാതകങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ആണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ അലസവാതകം ഹീലിയമാണ്. അടുത്ത താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകമല്ലാത്തത് ഏത്? ഓക്കെ, ചോദ്യങ്ങളൊക്കെ സെയിം തന്നെ. അലസവാതകമല്ലാത്ത എന്നാണ് ചോദ്യം. നമുക്ക് അലസവാതകങ്ങളെ നോക്കാം. ഹീലിയം അലസവാതകമാണ്, ആർഗൺ അലസവാതകമാണ്, നിയോൺ അലസവാതകമാണ്. അപ്പോൾ ആൻസർ ഇതായിരിക്കും നൈട്രജൻ അലസവാതകമല്ല. അടുത്ത ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, രസതന്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ ആരാണ്? ആന്റോണിയോ ലാവോസിയർ ആണ്. ആവർത്തന പട്ടികയിൽ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? നമ്മുടെ മെൻഡലീഫ് അല്ലെ. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ്. ആധുനിക ആവർത്തന പട്ടിക ആണെങ്കിലാണ് ആര്? നമ്മുടെ മോസ്ലി. ആധുനിക ആവർത്തന പട്ടിക ആണെങ്കിൽ മോസ്ലിയാണ്. ആവർത്തന പട്ടിക എന്ന് മാത്രം ചോദിച്ചാൽ ആരാണ്? മെൻഡലീഫ് ആണ്. അടുത്ത അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. 78% അല്ലെ. 78% മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അടുത്ത ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം വീണ്ടും ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകത്തിന്റെ പേരെന്ത്? 101ാമത്തെ മൂലകത്തിന്റെ പേര് പിടിക്കുക. അത് മെൻഡലീവിയം. 101ാമത്തെ മൂലകം മെൻഡലീവിയം. അടുത്തത് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ജോസഫ് പ്രീസിയാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ്. പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകത്തിന്റെ പേര് പിടിക്കുക ഫെർമിയം. ഈ പറയുന്ന മൂലകങ്ങളുടെ പേരും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു ടേബിൾ തന്നെ ഉണ്ട്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ പേര് കിട്ടിയിട്ടുള്ള മൂലകങ്ങൾ മാത്രമാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്യൂറിയം ഉണ്ട്. ക്യൂറിയം മേരി ക്യൂറിയുടെ പേരാണ്. ഐൻസ്റ്റീൻ നമുക്കറിയാം. ദെൻ ഫെർമി, എൻറിക്കോ ഫെർമി. മെൻഡലീഫ് ആണ്. മെൻഡലീവിയം 101 ആണ്. ഈ 101
101 ഈ 100 ചോദിച്ചത്. ഓക്കെ, ബാക്കി റുദർഫോർഡിയം ഉണ്ട്, ദെൻ ബോറിയം, നീൽസ് ബോറിൻ്റെ ബോറിയം ഉണ്ട്, അങ്ങനെയുള്ള സംഗതികളുണ്ട്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടേബിൾസ് എല്ലാം ഷോ ചെയ്തുകൊണ്ട് ഇത്തരം ടേബിളുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടൊരു ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടാകും. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. വിട്ടുപോകരുതല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ഏറ്റവും കുറഞ്ഞ ഊർജ്ജ നിലയുള്ള മൂലകം. ഏറ്റവും കുറഞ്ഞ ഊർജ്ജ നിലയുള്ള മൂലകം എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ കൺഫ്യൂസ് ചെയ്യണം. മനസ്സിലാക്കുക, ഊർജ്ജ നില എന്ന് പറയുമ്പോൾ ഊർജ്ജ നില കുറവുള്ള മൂലകം എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റേബിൾ എന്നാണ്. ഊർജ്ജം കുറവുള്ള നിങ്ങൾക്ക് ഞാൻ ഒരുപാട് എനർജി തരികയാണെന്ന് വിചാരിക്കുക. ഒരുപാട് എനർജി നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇല്ല, എനർജി ഉള്ളവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കും അല്ലേ. എന്നാൽ എനർജി ഇല്ലാത്തവന്മാരെ അലസന്മാരായിരിക്കും, മടിയന്മാരായിരിക്കും, ചുമ്മാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അലസന്മാരായിട്ടുള്ളവർക്ക് എന്തില്ല? എനർജി ഇല്ല. അപ്പോൾ ഊർജ്ജ നില കുറഞ്ഞ ആൾക്കാരെല്ലാവരും എന്തായിരിക്കടാ? അലസന്മാരായിരിക്കും. നമ്മളോട് ചോദ്യം എന്തായി? താഴെ തന്നിരിക്കുന്നതിൽ അലസൻ ആരാണെന്നായി. അപ്പോൾ അലസവാതകം ഏതാണെന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ. കൂട്ടത്തിൽ ആരാ അലസവാതകം? നിയോൺ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ. അലസവാതകം ആരാ? നിയോൺ ആണ്. അപ്പോൾ ആൻസർ നിയോൺ ആണ്. കിട്ടിയോടെ? പറഞ്ഞത് മനസ്സിലായി, വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നമ്മൾ തൊട്ട് മുമ്പ് മെൻഷൻ ചെയ്യുന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജൻ തന്നെയാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മൂലകം ചോദിച്ചാലും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ മൂലകം ചോദിച്ചാലും ഏതാണ്? ഹീലിയമാണ്. പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകത്തിന്റെ പേര് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതാണ്. 101ാമത്തെ മൂലകം ആരാണ്? മെൻഡലീയഫിന്റെ പേരാണ് കൊടുത്ത മെൻഡലീവിയമാണ്. ഓക്കെ, ഇനി ഒരു 3-4 കണക്കുകൾ കൂടി, രസതന്ത്രത്തിലെ കുറച്ച് കണക്കുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ മേളിൽ വരും. നമ്മുടെ 5 minutes for Marksലെ 34ാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ മേളിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടേക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പം തന്നെ കയറിയത് കണ്ടേക്കുക. അപ്പോൾ അത്രയാണ് നമ്മുടെ പ്രിലിംസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ 2 ടോപ്പിക്കുകളിൽ നിന്ന് കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ചോദ്യങ്ങൾ ഞാൻ ഇതേപടി മറ്റൊരു ലിങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു ബ്ലോഗ് ഉണ്ട് നമുക്ക്, ITC അക്കാഡമി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ITC മലയാളം എന്ന് പറഞ്ഞിട്ട് ബ്ലോഗ് ഉണ്ട്. ആ ബ്ലോഗിൽ ഇതേ ചോദ്യങ്ങൾ ഇതേപടി ഞാൻ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ ഇട്ടേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വിധത്തിൽ നിങ്ങൾ അവിടെ നിന്നും കൂടി ആ ക്വസ്റ്റ്യൻ വേണം കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് വായിച്ച് നോക്കാം. എപ്പോഴും ഈ വീഡിയോ വന്ന് കയറി കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ യൂസ് ചെയ്തോളൂ. ആൻസർ അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ചോദ്യങ്ങൾ മാത്രമായിട്ടായിരിക്കും അവിടെ ഇടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൂടെ നിന്ന് കയറി കണ്ടേക്കുക. അപ്പോൾ നമുക്ക് അത്രേ പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു കണ്ടന്റ് പല ആൾക്കാർക്കും യൂസ്ഫുൾ ആകും, വളരെ 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 യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വരുന്ന എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആകാൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കഴിഞ്ഞ കുറേ കാലമായിട്ട് ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ജെനറ്റിക്സിലെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിപ്പിച്ച ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ടൈംലൈൻ പറഞ്ഞ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത കായലുകളും തടാകങ്ങളും എന്ന് പറഞ്ഞിട്ട് 107 ചോദ്യങ്ങൾ ഒരു 25 മിനിറ്റിൽ വളരെ വേഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് വരുന്ന 5ാമത്തെ വീഡിയോ ആണിത്. മുൻവർഷ ചോദ്യങ്ങളിലെ ടോപ്പിക്ക് വൈസ് ചെയ്യുന്ന 5ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാർ കാണട്ടെ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം. ഗുഡ് ബൈ.